എന്റെ അമ്മ അന്നേ പറഞ്ഞതാണ്, ശിവൻകുട്ടി ഇത് അപകടമാവുമെന്ന്. കേട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എന്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ ആയിരം ആയിരം മോഹങ്ങൾ. അബുവിനും അതെ. എല്ലാം തകർന്നു പോയി. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോ പണമുണ്ട്, 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. 20 ലക്ഷം രൂപയുള്ള ഭാഗ്യവാൻ, ലക്ഷപ്രഭു. 3 ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച്, ഒരു പിടി ചോറിന് കൊതിച്ച്. ഇപ്പൊ എല്ലാം മനസ്സിലാകുന്നു. ജീവിതം ഇതൊന്നുമല്ല. അത് കാശും പണവുമല്ല, വലിയ വീടല്ല. പാവാബു മരിച്ചോ ജീവിച്ചോ ആർക്കറിയാം. എന്നെ അവര് കണ്ടെത്തും, ഇന്നല്ലെങ്കിൽ നാളെ. മതി കുടിച്ചത്. പേടിയാവണുണ്ടോ കുട്ടിക്ക്? ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും. പിന്നെ എന്തൊക്കെ വൃത്തിയോടെ പറയാന്നറിയോ? അസത്ത്. അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി ഈശ്വര? എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ചു പേടിയുണ്ട്. പേടിക്കണ്ട. അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല. ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കം എന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം. തങ്ക തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയ എന്നോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു. എന്തെയാണെന്ന് ഒരു നിശ്ചയില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. 3 പ്രാവശ്യം കമിഴ്ന്ന് തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണം എന്നായിരുന്നു. തങ്കം, ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചുതരാം. വെടിയുണ്ടായിരിക്കുന്നതിന്റെ മുകളിൽ. ഷർട്ട് വേണേ കയറിക്കുള്ളൂ. അമ്മേ, ഇത് പിടിച്ചോണ്ട് കിടന്നോളൂ. അനങ്ങ. എത്ര നേരായി വിളിക്കണ്? ഈ വാതിലെല്ലാം അടച്ചുകൂട്ടി എന്തെടുക്കായിരുന്നു? ഉറങ്ങിപ്പോയി.
ഇങ്ങനൊരു ബോധമില്ലാണ്ട് ആ പെൺകുട്ടികൾ ഇറങ്ങാ. പല്ലുവേദന കുറഞ്ഞോ നിന്റെ? കുറഞ്ഞു. തിരുമേനി ഒരു മരുന്ന് തന്ന് ഞാനത് ശശിധരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇവനിവിടെ വന്നപ്പോ വാതെല്ലാം പൂട്ടിയിരിക്കണു. വിളിച്ചിട്ട് അനക്കമില്ല. ഭയപ്പെടാൻ വേറെ എന്താ വേണ്ടേ? ഓട് പൊളിച്ചിറങ്ങി നോക്കിയാലെന്താന്ന് വിചാരിച്ചതാ ഞാൻ. പെൺകുട്ടികളുടെ മനസ്സാണേ, തോന്നാബുദ്ധി എപ്പോഴാ തോന്നുന്നു പറയാൻ പറ്റില്ല. ഇന്നലെ മാസികയിൽ വായിച്ചായിരുന്നു എന്ത്? ഒരു കഥ. ഒരു കഥക്കാരൻ. അവനോട് ദേഷ്യപ്പെടേണ്ട, നിവേദ്യം ആയിക്കൊണ്ട് പോവുക. ചെന്നിട്ട് 100 കൂട്ടം പണി ബാക്കിയാ. ഇടത്ത് കഴിക്കാ നിവേദ്യം വാങ്ങ. എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ? ഉറുമ്പിത്തിരി കൂടുന്നുണ്ട്. തങ്കത്തിന് വഴക്ക് പറയണ്ടാവാരേ. പുളിയവിടെ തങ്കം എന്താ? മരുന്നിവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ. വരാ. ഇപ്പൊ മാറും വേദന. പള്ളിന്ന് കൊണ്ടുവന്ന ഭസ്മ. അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം. ഈ ഉടുപ്പും കൂടെ ഊരി തന്നാ ഞാൻ തിരുമ്പിടാം. തെക്കേക്കെട്ടിലൊരു കുളിമുറിയും കക്കൂസും ഉണ്ട്. ഞാൻ വെള്ളം കോരി വെച്ചേരാം. സുഖമായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണം പകുതി മാറും. കുളി കഴിഞ്ഞാ നല്ല മഞ്ഞപ്പൊടി ഇരിക്കണുണ്ട്. വെളിച്ചപ്പാട് നെറുകയിലിടുന്ന മഞ്ഞപ്പൊടിയാ. മുറിവ് പെട്ടെന്ന് കരിയും. എല്ലാം ഇങ്ങനെ വാരി വലിച്ചെറിയുന്നതിനാ ഞങ്ങൾക്കാർക്കും വേണ്ട സാധനം. എന്നിട്ട് എവിടെ? ആരെടുത്തു? ചിലപ്പോ കുടിച്ചു തീർത്തിട്ടുണ്ടാവും. ഓർമ്മയില്ലാത്ത ആരോട് കൂറ്റാ. ഈക്കിയൊപ്പിച്ചതുണ്ടല്ലോ. അത്ര ബോധമില്ലാത്തല്ലേ രായപ്പനായിട്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒട്ടിക്കാത്ത അരക്കുപ്പി റമ്മ ഞാനാ ഈ മേശക്കകത്ത് വെച്ചത്. വെച്ചെങ്കിൽ അവിടെ കാണും. എടുക്കടി, എടുക്കടി. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വിറ്റ് കാശാക്കി കാണും. ആരെ? നിന്റെ തന്ത. അല്ലെങ്കിൽ രാത്രി വരുവാർക്കെടുത്ത് സൽക്കരിച്ച് കാണും. എന്ത് തോന്നിയാ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവധി നിൽക്കാൻ വേണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊട്ടിസുഖം പിടിക്കും ഞാൻ എല്ലാത്തിനെ. കണ്ണീരൊന്നും കാണിക്കണ്ടടി. ഞാനും കുറെ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വെച്ചത്? എന്ത് കൈ കിട്ടിയ എന്തുകൊടുത്ത് വിൽക്കുമല്ലോ. വിറ്റ് ഉപ്പിയത്തോടെ വിറ്റില്ലേ? ഇനിയും വിൽക്കാനുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ. നിൽക്കുന്നു മൂത്ത് പഴുത്ത്. നല്ല വില കിട്ടും. ഞാൻ തരാൻ കാശ്. ഈ രായപ്പനെ തനിക്കറിയില്ല. ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് നുള്ളിയിട്ടിട്ടില്ല എന്റെ ദേഹത്ത്. എല്ലാം തകർക്കരുത്. എന്റെ ചോറ് നിന്നോണ്ട് അങ്ങോട്ട് വരിക്കന്നെ. തൊറോ, തൊണ്ടനെ തൊറോ. എന്താടോ ഒന്നും മിണ്ടാത്തെ? നാണം കെട്ട വർഗം. ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി. എന്തേ നീങ്ങി പോന്നേ? വരൂ. ഇക്കാക്കെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. എന്താ കുട്ടി ഏതാ? എന്റെ പേര് തങ്കം. കല്യോര് മരത്തിൽ വരുത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ അബുവിന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവം ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേമേ, പടച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമ്മേ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം. അല്ലെ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി അവള് പറഞ്ഞത്.
എനിക്ക് അവൻ മാത്രം മതി. വെറുതെ ആദ്യം പിടിക്കണ്ട. അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. സത്യയുടെ അല്ലേ അനിയത്തി? തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ. ഇള്ളാ കുഞ്ഞ് അനുഭവിച്ചോ. ആരുടെ പോയി ആർക്കറിയാം. ആരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്, ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ, നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. അവള് വരും. ഓ വരും, ഒരു 5-6 മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ. വന്നല്ല. എവിടെ ആയിരുന്നു നീ? അത് ഞാൻ എവിടെയായിരുന്നു നീ? ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് ഇടത്തെ പോലെ കാല് പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തേല്. എവിടെ പോയിരുന്നിട്ട് നീ? വൈകിയപ്പോ പേടിച്ചു അല്ലേ? ബസ് കിട്ടിയില്ല. ആളെ കണ്ടു. രാത്രി വരും കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം, കുത്തുവാക്ക് കേട്ട് മടുത്തു അച്ഛൻ. സഹിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യാവണവരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ? വിശ്വാസ. കിടന്നോളൂ. അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ.